ഡാഡി ഒന്ന് ഇരുന്നൊന്ന് ആലോചിച്ചത്, കണ്ണടച്ചൊന്ന് ആലോചിക്കുക എവിടെ വെച്ചു. ആലോചിക്കണേ ഇരിക്കാൻ നിൽക്കൊന്നും വേണ്ട, ആലോചിക്കുമ്പോൾ എപ്പോഴും എങ്ങനെയാലും ആലോചിച്ചാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഇത് തുറന്നതാരാ? ഡാഡി ഞാനല്ലല്ലോ. ഞാൻ ഈ കൊസയെടുത്ത് തലയോട്ട് എന്റെ കയ്യിൽ മറ്റേ തുണിയുടെ കവർ നമ്മൾ കടയിൽ പോയിട്ട് അതിലോട്ട് കൊടുത്തിട്ടില്ല, പേഴ്സിനകത്ത് താക്കോൽ എടുത്ത് തുറന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യന് ഓർമ്മ എന്ന് പറയണതില്ല. ഇപ്പൊ പറയണതല്ല, 5 മിനിറ്റ് കഴിയുമ്പോൾ പറയണത്. ക്ലീറ്റോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലില്ലിയുടെ അടുത്ത് കയറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ക്ലീറ്റോയാണ് പേഴ്സിൽ നിന്ന് ഇത് മേടിച്ചിട്ട് വാതിൽ തുറന്നു. വാങ്ങി ഞാൻ തുറന്നിട്ട് എന്ത് ചെയ്തെന്ന് ആലോചിച്ചു. ഞാൻ എടുത്തിട്ട് ഞാൻ ഇവിടെ ഫോൺ, എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഫോൺ വന്ന് ഇവിടെ വെച്ചു. പിന്നെ ഞാനത് ഇവിടെ വെള്ളം കുടിച്ചു. അതിനകത്തൊക്കെ നോക്കി വേണേ നോക്കി. എനിക്കറിയില്ല ഇപ്പൊ നാളെ കല്യാണത്തിന് പോകാൻ നേരത്തെ എന്ത് ചെയ്യും? അല്ലേ പിന്നെ ഒരു കാര്യം ചെയ്യണം, റൊണാൾഡെങ്കിലും അല്ലേ ഇവിടെ നിക്കണം, നിന്നാലേ പറ്റുള്ളൂ. അതങ്ങനെ ശരിയാവും. അത് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, മുത്ത് കല്യാണത്തിന് പോകണ്ട, പോയിട്ട് വലിയ ഗുണമൊന്നുമില്ല. എത്ര പൈസ കൊടുത്ത് 2 ചോറും വാരി തന്നെ അവിടെ വായി നോക്കി കിടക്കും. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ ഇന്നാ മതി. അതുമല്ല, ഞാൻ കല്യാണത്തിൽ ഇന്നലെ പെണ്ണിന്റെ അച്ഛന് ഭയങ്കര സങ്കടമോ, നല്ലൊരു മുഹൂർത്ത സമയത്ത് അയാളുടെ മനസ്സ് വിഷമിക്കുക ശരിയാണോ? നീയാണോ കല്യാണം ചെറുക്കാൻ? അല്ലല്ലോ. എനിക്ക് പിന്നെ മച്ചമ്പി വേണ്ട. ഞാൻ ഒന്നാമത് എനിക്ക് ഈ കല്യാണത്തിന് പോകാൻ താല്പര്യമില്ല. പിന്നെ നമ്മുടെ ജില്ലാ മെമ്പർ സുധാകരൻ സുഖമില്ലാതെ കിടക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ്. പോണ വഴിക്ക് അയലം കയറി ഒന്ന് കാണാം, അങ്ങനെയാണ് ഞാൻ ഇതിന് പോവാന്ന് വെച്ചത്. അതിപ്പോൾ മെമ്പറെ കാണാൻ വീഡിയോ കോൾ ചെയ്താലും മതി, കല്യാണത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. എന്തോ എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കാം. ഞങ്ങളെയാണ് ക്ഷണിച്ചത്, ഞങ്ങളുടെ കുടുംബത്തിനെ. എനിക്ക് പ്രത്യേകം കാർഡിൽ നിന്ന് ഫോണിൽ വിളിച്ചപ്പോഴും പറഞ്ഞു, റൊണാൾഡോ നീ വന്ന് കൂട്ടുപോരാലെ കാര്യങ്ങൾ മൊത്തം നോക്കി നടത്തണമെന്ന് പറഞ്ഞാ. ഒരിക്കലും നിന്നെ അറിയാവുന്നവർ ഒരിക്കലും അങ്ങനെ പറയില്ല. എന്നാ പിന്നെ മുത്തേ മോന് ഇവിടെ നിൽക്കടാ. ഒറ്റയ്ക്കോ? കെട്ടിക്കാൻ പ്രായമായ എന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ നിന്നോളാം. അവിടെ ലല്ലുച്ചാരനും എല്ലാവരും ഒക്കെ ഉണ്ട്. പിന്നെ അവനെ വിളിച്ച് കൂട്ടി നിർത്ത്. എന്താ പറയണം? ദേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആര് വരുന്നോ പോകുന്ന എനിക്ക് അറിയണ്ട, ഞാൻ എന്തായാലും പോകും. അത് പോണം. അതെങ്ങനെ പോവാൻ? ഞാൻ പോകും. ഞാൻ കൂട്ടിന് ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനു പേടിക്കണം? തങ്കം ചേച്ചിക്ക് കൂട്ടിനാണ് ഞാനുള്ളത്, അവളെ ഭർത്താവ്. പിന്നെ അവൾ മോളുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങ് പൊക്കോളാം. സാറിൻ്റെ സഹായം വേണ്ട, സാർ ഇവിടെ നിന്നാൽ മതി. RDPക്കാർ ഇത്രയും കോലാകാലം പുറത്തുണ്ടാക്കി വെച്ച സ്ഥിതിക്ക് എങ്ങാനോ ഒരു ആക്രമണം ഉണ്ടായാൽ ഒന്ന് എറിയാനോ നിന്ന് അടിപൊടിക്കാൻ അവരെ കൊണ്ട് പറ്റുമോ? അത് ഞാൻ വേണം. എടാ നീ ആരെടാ പേടിപ്പിക്കണം? നീ ആ പൂരാട ശശിയുടെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കണം. ഞങ്ങൾ രണ്ടുകൂടെ റോഡി വെച്ചാൽ എന്തെല്ലാം പറഞ്ഞാൽ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. ആയിക്കോട്ടെ, അത് പറഞ്ഞാൽ അവൻ വിവരം അറിയും. നീ ഇതും പറഞ്ഞ് തല്ലു പിടിക്കാതെ ഇതിനൊരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കി എന്റെ ക്ലീറ്റോ. താക്കോൽ ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യാൻ ചെയ്തു? ഇവിടെ ഞാൻ താക്കോൽ പോയാൽ പിന്നെ ആ വീട് പൊളിച്ചു കളയാണോ സാധാരണ ചെയ്യുന്നത്? ഒന്നുകൂടെ നോക്കാം. അത് പിന്നെ എവിടെ പോയി? പറന്നു പോയാ? അതെന്നെ ചോദിക്കുന്നത്, എവിടെ പോയത്? ഒരു കാര്യം ചെയ്യും, ഇടപ്പഴി ഞാൻ ഫാൻസി കടയുടെ തൊട്ടപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുന്ന കടയുണ്ട്. മച്ചമ്പി ഒരെണ്ണം മേടിച്ചോണ്ട് 100-200 രൂപ കാര്യം. അതിനാണ് ഇവിടെ കിടന്നീ ഐഡിയ സമയത്ത് വിട്ടു തരും. ഞാൻ ഒന്ന് ഡ്രസ്സ് മാറിയിട്ടെ അവൻ അതിനുള്ള പരിപാടി കാണാം. അല്ല ഡാഡി, എന്ത് കിട്ടിയാ? അല്ല, ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് മേടിക്കണ്ടേ? പിന്നെ മേടിക്കണ്ടേ? അതിന്റെ ഒറിജിനൽ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും? ഒറിജിനൽ വേണോ? പിന്നെ അല്ലാതെ എന്ത് വെച്ചത് എടുക്കും? പിന്നെ ഒറിജിനൽ താക്കോല് കാണിച്ചല്ലേ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. എവിടെ നിന്നാ കഴുതേ നീ കിടക്കുന്നു? ഞാനൊരു മണ്ടത്തരം പറഞ്ഞു. ഓക്കെ, അതും കേട്ടോട്ട് ചാടി ഒരുങ്ങാൻ പോയതാര്? ആരാ കഴുതപ്പം? ഒരു ഉപയോഗമില്ല നിന്നെ കൊണ്ട്. ഇതിപ്പോ ഇനി ഞാനേ നോക്കട്ടെ, ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. എന്നാലും ആലോചിക്കരുത്, താക്കോല ഇവിടെ കൊണ്ടേ കളഞ്ഞെന്ന്. ആലോചിച്ചിട്ട് കിട്ടണല്ലോ. ഇനിയിപ്പോ എവിടെ? നമുക്ക് ഡാഡി ഏതെങ്കിലും ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാം, വല്ല അൽസിമേഴ്സും ആയിരിക്കും. അയ്യോ, സാധ്യത മണക്കുന്നുണ്ട്. ഞാനേ ഒന്ന് പുറത്തോട്ട് പോയി എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ, ഡ്രസ്സ് മാറിയിട്ട് ആവാൻ. പച്ചമ്പി പറഞ്ഞോലേ, കിണറ്റിലൂടെ ഒന്ന് തപ്പി നോക്കാം, എങ്ങാനും കിട്ടിയാലോ. എന്റെ ദൈവമേ, വീട്ടിലെ ആൾക്കാർ